മെഡിക്കൽ കോളേജിലെ PMSSY ബ്ലോക്കിൽ പുകയുയർന്ന സംഭവത്തിൽ ദ്വിതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മെഡിക്കൽ കോളേജിലെത്തിയ മന്ത്രി വിവിധ വകുപ്പ് മേധാവികളുമായി യോഗം ചേർന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുകയുയർന്ന സംഭവത്തിൽ സാങ്കേതിക അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ എന്നതാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്. PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പരിശോധനയിൽ ഷോർട്ട് സർക്യൂട്ട് സാധ്യതയും ബാറ്ററി പ്രശ്നവും ആയേക്കാമെന്ന് പറയുന്നുണ്ട്. സാങ്കേതിക അന്വേഷണം നടന്നാൽ കൃത്യമായ നിഗമനത്തിൽ എത്താം. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന, PWD ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന, ഈ അന്വേഷണങ്ങൾ പൂർത്തിയായി ഒരു റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത് ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ബാറ്ററിക്കുള്ളിലെ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാമെന്നും. ഏതായാലും ഇത് സംബന്ധിച്ച് സാങ്കേതികമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പുകയുയർന്നതിന് പിന്നാലെ റിപ്പോർട്ട് ചെയ്ത മരണങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിൽ ഉള്ള രോഗികളാണ്. മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ വ്യക്തമാകും. മെഡിക്കൽ സംഘം ഇക്കാര്യം അന്വേഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ കഴിയുന്നത് ഓട്ടോപ്സിയിലൂടെയാണ്. മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ പുക ശ്വസിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും കെമിക്കൽ എക്സാമിനേഷനിലൂടെയും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഡോക്ടേഴ്സിന്റെ ടീം കേസ് ഷീറ്റുകൾ ഉൾപ്പെടെ നോക്കുന്നു ഈ രോഗികളുടെ അവസ്ഥ എന്തായിരുന്നു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്വേഷണം നിലവിൽ നടക്കുന്നുണ്ട്. CCTV ഉൾപ്പെടെ പരിശോധിച്ച് കൃത്യമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷമാണ് മന്ത്രി ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. മന്ത്രി AK ശശീന്ദ്രൻ, ജില്ലാ കളക്ടർ, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.